നമസ്കാരം. സ്വാശ്രയ ലോബിയുടെ പിണിയാളായി പിണറായി സർക്കാർ മാറിയിരിക്കുന്നു. മെഡിക്കൽ PG ഫീസ് കുത്തനെ ഉയർത്തി കൂട്ടുകച്ചവടക്കാരായിരിക്കുന്നു സർക്കാരും സ്വാശ്രയ ലോബിയും. നീറ്റ് വന്നതോടെ നീറ്റായി നടക്കേണ്ട ഫീസും പ്രവേശനവുമാണ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും നീറ്റി നടപ്പാക്കുന്നത്. സ്വാശ്രയ ലോബിയെ ആശ്രയമില്ലാതാക്കിയതാണ് മെഡിക്കൽ കൗൺസിലും സുപ്രീം കോടതിയും. ആ ലോബിയുടെ ഏക ആശ്രയമാണ് പിണറായി വിജയനും ശൈലജ ടീച്ചറും. PG ക്ലിനിക്കൽ കോഴ്സിന് 6.5 ലക്ഷമായിരുന്ന ഫീസാണ് ഒറ്റയടിക്ക് 14 ലക്ഷമായത്. 115% വർധനവ്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കഴുത്തറക്കൽ. സ്വാശ്രയ മാനേജ്മെന്റുകളുടെ സ്വന്തം സർക്കാർ വന്നാൽ പോലും ഇങ്ങനെ ഒരു സംരക്ഷണം കിട്ടുമോ എന്നത് സംശയകരമാണ്. സ്വാശ്രയ കൊള്ള സർക്കാർ കൊള്ളയാക്കിയത് ഇടതു സർക്കാരിന്റെ ഇടം തിരിഞ്ഞ നയമോ എന്ന വിമർശനം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. മെഡിക്കൽ PG ഫീസ് കുത്തനെ ഉയർത്തി സർക്കാർ ഒത്താശ ചെയ്തത് സ്വാശ്രയ ലോബിക്കോ? 2. ഫീസ് വർധനയുടെ ഉത്തരവാദിത്തം മേൽനോട്ട സമിതിക്ക് മേൽ ചുമത്തുന്നത് കൈ കഴുകാനുള്ള സർക്കാരിന്റെ നീക്കമോ? 3. നീറ്റ് നിർബന്ധമാക്കിയതിന്റെ നേട്ടം തട്ടിയെടുത്തതും സാമൂഹ്യനീതി അട്ടിമറിച്ച സ്വാശ്രയ കൊള്ളക്കാരോ? 4. സ്വാശ്രയ മാനേജ്മെന്റുകൾക്കെതിരെ സമരം നടത്തിയവർ തന്നെ സ്വാശ്രയക്കാരുടെ സംരക്ഷകരായോ? 5. സ്കോളർഷിപ്പ് നൽകണമെന്നും ഫീസ് കുറയ്ക്കണമെന്നുമുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിക്കേണ്ടേ? 6. PG കോഴ്സിനുള്ള ഫീസ് വർദ്ധിപ്പിച്ചത് MBBS ഫീസ് കൂട്ടാനുള്ള അരങ്ങൊരുക്കലോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. സർക്കാരിൻ്റെത് സ്വാശ്രയ കൊള്ളയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുസ്ലിം ലീഗ് നേതാവ് N. ഷംസുദ്ദീൻ MLA, SFI സംസ്ഥാന പ്രസിഡന്റ് ജെയ്ക് സി തോമസ്, സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ സെക്രട്ടറി അനിൽകുമാർ വള്ളിയിൽ, സേവ് എഡ്യൂക്കേഷൻ ഫോറത്തിന്റെ പ്രതിനിധി ഷാജർ ഖാൻ എന്നിവർ. ക്രിസ്ത്യൻ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിനിധി ജോർജ് പോൾ ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കുചേരും. അതിഥികളിലേക്ക് പോകും മുൻപ് 1 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.